ശിഹാബ് തങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത്, അതായത് 9th പഠിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ടവരുടെ മരണവാർത്ത അറിയുന്നത്. ഒരിക്കലും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ TV ഓൺ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മരണവാർത്തയാണ്. വല്ലാത്തൊരു വേദന തോന്നിപ്പോയി. കാരണം തങ്ങളെക്കുറിച്ച് അറിയുക അങ്ങനെ ഒരു ലെവലപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അന്നാണ് പിന്നീട് അങ്ങോട്ട് തങ്ങളെക്കുറിച്ച് അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉള്ളൊരു വ്യക്തിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ തുടങ്ങി. ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരുപാട് അവരുടെ അടുക്കിലേക്ക് വരുന്ന ആളുകൾക്ക് വല്ലാത്ത സമാധാനമാണ്. തങ്ങളെ കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഏതിയെ പോയി എന്ന് നമുക്ക് അറിയില്ല. കാരണം സമാധാനം മാത്രം. ആ വായിൽ നിന്ന് വരുന്ന ആ നോട്ടവും ആ ചിരിയും ആ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ 2 വാക്കേ പറയുള്ളൂ. നമ്മൾ ചിലപ്പോൾ കരഞ്ഞ് വല്ലാത്ത രീതിയിൽ തേങ്ങുമ്പോൾ അത് സാരമില്ല, അത് വിട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കടലിലിങ്ങനെ തിരമാലകളിങ്ങനെ വല്ലാത്ത രീതിയിലിങ്ങനെ ഉച്ചത്തിലിങ്ങനെ അലറുന്ന ശബ്ദവും തിരമാല വലിയ ശക്തമായ രീതിയിൽ കരക്കിങ്ങനെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ നമ്മളെ ദുഃഖം ആഞ്ഞടിക്കുമ്പോൾ തങ്ങളെ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ശാന്തമായ കടൽ പോലെ വളരെ രീതിയിൽ നമ്മൾ സ്വാന്തന വാക്കേറ്റ് നമ്മൾ ദുഃഖമൊക്കെ ഏതിൽ കൂടെ പോയിന്ന് നമുക്ക് അറിയില്ല. അത്ര ഒരു ഫീലിംഗ് ആണ് തങ്ങളുമായിട്ടുള്ള ഇടപഴകിയ ആളുകൾ ഓരോ ഇൻ്റർവ്യൂലൊക്കെ പറയുമ്പോൾ വല്ലാത്ത രീതിയിൽ സന്തോഷം തോന്നുക. എനിക്കതുപോലെ സങ്കടം തോന്നാറുണ്ട്. ബഹുമാനപ്പെട്ടവരെ നേരിൽ കാണാൻ കഴിയാത്തതിൻ്റെ വലിയൊരു സങ്കടം. കാരണം വഫാത്തായതിനു ശേഷം ആ മക്കാമിലേക്കൊക്കെ പോകുക എന്നല്ലാതെ ബഹുമാനപ്പെട്ടവരെ ഹയാത്ത് കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഈ TV-കളിൽ ന്യൂസ് പേപ്പറിലൊക്കെ ഒരിക്കൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ചെറിയ മീനുകളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, തങ്ങൾക്ക് കഴിക്കാനിഷ്ടം. ഈ തോട്ടിലൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്ന മീനുകളൊക്കെയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഇഷ്ടം. അതുപോലെ തന്നെ ക്ലോക്കുകളോട് വല്ലാത്ത താല്പര്യം. നമ്മളെ വീട്ടുകളിലൊക്കെ ക്ലോക്ക് ശേഖരണം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. ഒരിക്കൽ ഒരു പള്ളി, ആ പള്ളിയിൽ ഒരു ഓടിട്ട പള്ളിയാണ്. നമുക്കറിയാം പഴയ കാലങ്ങളിൽ പള്ളികൾ ഒക്കെ ഓടിട്ട പള്ളികളായിരുന്നു. ഈ ഓടിട്ട പള്ളിയിൽ തൊട്ടടുത്താണ് ഹൈന്ദവരായ സുഹൃത്തുക്കളുടെ ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്നും ഈ പള്ളിയുടെ ഓടിൻ്റെ മേലേക്ക് ഇങ്ങനെ തേങ്ങ വീഴാറുണ്ട്. അവരെ തെങ്ങാണ്. അപ്പോൾ ഇതിങ്ങനെ തേങ്ങ ഇങ്ങനെ വിടുക. അപ്പം അതിങ്ങനെ പറഞ്ഞ് അവരെ പള്ളി കമ്മിറ്റിക്കാരവരൊക്കെ പറഞ്ഞു, നിങ്ങളിത് തെങ്ങൊന്ന് വിട്ടുവോ, അതായത് പള്ളിയിലേക്ക് ഇങ്ങനെ ഓട് വീഴുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. മകൻ കുറച്ച് കടുംപിടുത്തക്കാരനായിരുന്നു, മകന് മാത്രം കുറച്ചൊരിതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊരു വിഷയമായി. അങ്ങനെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സന്നിധിയിലേക്ക് ഈ പ്രശ്നം വന്നു. അങ്ങനെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ച് നടന്ന സംഗതിയാണ്. അങ്ങനെ തങ്ങളോട് പറഞ്ഞു ഇങ്ങനൊരു വിഷയം ഉണ്ട്. തങ്ങൾ ഏകദേശം വിഷയമൊക്കെ കേട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, പള്ളി പൊളിക്കാം, ടെറസാക്കാന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ കുറച്ച് പൈസ എടുത്ത് കൊടുത്ത് പറഞ്ഞു പള്ളി പൊളിക്കാം. അപ്പം അങ്ങനെ പ്രശ്നപരിഹാരമാണത്. അങ്ങനെ ആ അമ്മയും മകനൊക്കെ ഈ വിഷയം അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ അവർ രാത്രി തങ്ങളുടെ അടുക്കിലേക്ക് ചെന്ന് വന്ന് പറഞ്ഞു, തങ്ങളെ തെങ്ങ് ഞങ്ങൾ മുറിച്ചോളാം,
പള്ളി വിളിക്കൊന്നും വേണ്ട. അപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, തെങ്ങ് ഒരു കൽപ്പവൃക്ഷമല്ലേ അമ്മേ, പള്ളി മാറ്റിക്കോളാം, പള്ളി ടർസാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇതായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരുപാട് പറയാനുണ്ട് തങ്ങളെക്കുറിച്ച്. ദുഃഖിച്ചിരിക്കുന്നവനെ സാന്ത്വനിപ്പിക്കുക എന്നുള്ള അങ്ങനെ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു, അല്ലെങ്കിൽ അതുള്ള ഒരു മനസ്സ്, അതൊക്കെ വലിയ വലിയ മനസ്സുള്ള ആളുകൾക്കേ കഴിയുള്ളൂ. ആരാണ് ഇന്നത്തെ കാലത്തൊക്കെ ഒരു ആളെ സാന്ത്വനിപ്പിക്കാൻ നോക്കുന്നത്? ആരുമില്ല. അതുകൊണ്ടാണ് ഇന്ന് മയക്കുമരുന്നുകൾ, ഡ്രഗ്, അങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ വർദ്ധിക്കുന്നത്. സ്വയം ആശ്വസിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. ആശ്വസിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അത് മാതാപിതാക്കളായിക്കോട്ടെ, ഭാര്യയായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ. പക്ഷെ ആർക്കും ഇത് നേരമില്ല. ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നാൽ തന്നെ ഭാര്യമാർക്ക് നോക്കാൻ തന്നെ സമയമില്ല, ഉമ്മമാർക്ക് അതിന് കഴിവില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ്. വളരെ ദയ ഇല്ലാത്ത കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. ലോകാവസാനത്തിൻ്റെ ഏകദേശമൊക്കെ കടന്നു വരേണ്ട സമയമായോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അത് ഏകദേശ അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അടയാളങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം അറിയാലോ, നമുക്ക് ഉച്ചക്കൊക്കെ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ചുടുകാറ്റ് പോലെയാണ് അല്ലേ? അങ്ങനെയൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശിഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.